ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. ബംഗളൂരുവിൽ 3 വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. കർണാടകയിലെ വിവിധ റെയിൽ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിക്കും. രാജ്യം ബഹിരാകാശം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ അഭൂതപൂർവമായ വളർച്ച കൈവരിക്കുകയാണെന്ന് ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണൻ. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കരട് വോട്ടർ പട്ടിക മറ്റന്നാൾ വരെ പുതുക്കാം. വോട്ടർ പട്ടിക പരിഷ്കരണത്തിനായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇന്ന് പ്രവൃത്തി ദിനം. സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിനെതിരെ സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. KSRTCയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നവീകരണത്തിന് ഈ മാസം തുടക്കമാകും. കോഴിക്കോട് മേഖല അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് നാളെ തിരശ്ശീല വീഴും. മേളയിൽ പ്രദർശിപ്പിച്ചത് 60ഓളം ചിത്രങ്ങൾ. വാർത്തകൾ വിശദമായി. കർണാടക സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗളൂരുവിൽ 3 വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. ബംഗളൂരുവിൽ നിന്ന് ബെലഗാവിയിലേക്കും അമൃത്സറിൽ നിന്ന് ശ്രീമാതാ വൈഷ്ണോദേവി കത്രയിലേക്കും നാഗ്പൂർ മുതൽ പൂനെയിലേക്കുമുള്ള ട്രെയിനുകൾ ഇതിൽ ഉൾപ്പെടുന്നു. ബാംഗ്ലൂർ മെട്രോയുടെ യെല്ലോ ലൈനും പ്രധാനമന്ത്രി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി ബംഗളൂരുവിലെ നഗരവികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നടത്തും. കൂടാതെ 15,610 കോടിയിലധികം രൂപയുടെ ബാംഗ്ലൂർ മെട്രോ ഫേസ് 3 പദ്ധതിയുടെ തറക്കല്ലിടലും നടത്തും. 31 എലിവേറ്റർ സ്റ്റേഷനുകളുള്ള പദ്ധതിയുടെ ആകെ ദൂരം 44 കിലോമീറ്ററിലധികമാണ്. കഴിഞ്ഞ കാലയളവിൽ ഇന്ത്യൻ സാങ്കേതിക രംഗത്തേക്ക് മികച്ച പ്രതിഭകളെ വാർത്തെടുക്കാൻ വലിയമല IISTക്ക് സാധിച്ചതായി ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണൻ. വലിയമല ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ 13ാമത് ബിരുദദാന ചടങ്ങിനെ ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥകളിലൊന്നായി മാറിയിരിക്കുന്നുവെന്നും ISROയുടെ വളർച്ചയും ഏറെ വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു. കാലാവസ്ഥാ പ്രവചനം, ദുരന്ത പ്രതികരണം, ഭക്ഷ്യസുരക്ഷ തുടങ്ങി നിരവധി മേഖലകളിൽ മികവ് കൈവരിക്കാൻ നമ്മുടെ സാറ്റലൈറ്റുകൾ ഉപകരിക്കുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. A country which moved the rocket pods in old bicycle 50 to 60 years back from that state of affair, today when you look at technologically 9 places we are number 1 in the world. Today we have come to a great level, almost 55 applications, tele-education, weather forecasting, ensuring food security, water security, disaster warning and mitigation. Till today 133 satellites of different types, including the heaviest satellite GSAT-11 is placed in orbit for the common man of this country. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കരട് വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള തീയതി ഈ മാസം 12 വരെ നീട്ടിയിട്ടുണ്ട്. വോട്ടർ പട്ടിക പുതുക്കലിന്റെ ഭാഗമായി തദ്ദേശ സ്ഥാപനങ്ങൾ ഇന്നും പ്രവർത്തിക്കുന്നു. 2025 ജനുവരി 1 അതിനു മുൻപോ 18 വയസ്സ് പൂർത്തിയായവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 30 പ്രസിദ്ധീകരിക്കും. KSRTCയെ ആധുനികീകരിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ നടത്തിവരികയാണെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം തടയാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. എറണാകുളം ബോട്ടുജെട്ടിയിൽ ഇന്നലെ സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ പുതിയ റീജിയണൽ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു ഗതാഗത മന്ത്രി. KSRTCയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഫ്ലീറ്റ് മോഡേണൈസേഷൻ. ഹയർ ക്ലാസ്സിൽ ഓടുന്ന വണ്ടികൾ മുതൽ ഗ്രാമപ്രദേശങ്ങളിൽ ഓടുന്ന വണ്ടി വരെ ഒറ്റയടിക്ക് മാറ്റാൻ പോകും. വണ്ടികളെല്ലാം പണി തീർന്നു വരുന്നു. വളരെ വേഗത്തിൽ വണ്ടികൾ സപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരു 100ഓളം വണ്ടികൾ വെച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് 22-ാം തീയതി മുതൽ 25-ാം തീയതി ഒരു മെഗാ ഓട്ടോ ഷോ KSRTC സംഘടിപ്പിക്കുകയാണ്. KSRTCയുടെ ഒരു വലിയ മാറ്റത്തിന്റെ കാലമാണ്. 21-ാം തീയതി ബഹുമാനായ മുഖ്യമന്ത്രി KSRTCയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഫ്ലീറ്റ് മോഡേണൈസേഷൻ ഉദ്ഘാടനം ചെയ്യും. 108 കോടി രൂപ ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പണം കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച 18 കോടിയും ചേർത്തുകൊണ്ട് ഏതാണ്ട് 128 കോടി രൂപയ്ക്കുള്ള പുതിയ ബസ്സുകൾ. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ വീടിന്റെ തറക്കല്ലിടൽ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. മിഥുന്റെ കുടുംബത്തിന് എല്ലാവിധത്തിലുള്ള സഹായവും ഉണ്ടാകുമെന്നും മാനദണ്ഡങ്ങൾ പാലിക്കാതെ സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വീടിന്റെ നിർമ്മാണം. ഭൂവിനിയോഗ വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായി നടത്തുന്ന സമുചിത വിള നിർണയ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ലാൻഡ് റിസോഴ്സസ് ഇൻഫർമേഷൻ സിസ്റ്റം വെബ്സൈറ്റ് പ്രകാശനവും നാളെ രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. കണ്ണൂർ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷത വഹിക്കും.
മരണാനന്തര അവയവദാതാക്കളെ അനുസ്മരിക്കുന്നതിനും അവരുടെ കുടുംബാംഗങ്ങളെ ആദരിക്കുന്നതിനുമായി കേസോട്ടോയുടെ നേതൃത്വത്തിൽ സ്മൃതി വന്ദനം 2025 എന്ന പേരിൽ സംസ്ഥാനതല പരിപാടി സംഘടിപ്പിക്കുന്നു. ബുധനാഴ്ച വൈകുന്നേരം തിരുവനന്തപുരം വഴുതക്കാട് ടാഗോർ തിയേറ്ററിൽ നടക്കുന്ന പരിപാടി ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് 2017 നവംബർ മുതൽ 2025 ജൂലൈ വരെയുള്ള കാലയളവിൽ മരണാനന്തരം അവയവദാനം നടത്തിയ 122 പേരുടെ കുടുംബാംഗങ്ങളാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ഹർ ഘർ ശുചിത്വ പരിപാടിയോടനുബന്ധിച്ച് തിരുവനന്തപുരത്തെ പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിൽ വിവിധ പരിപാടികൾ നടന്നു. രംഗോലി നിർമ്മാണം, തിരങ്ക എന്ന ആശയം മുൻനിർത്തി വിദ്യാലയ ഭിത്തികൾ അലങ്കരിക്കൽ എന്നിവയ്ക്ക് പുറമെ കുട്ടികൾ രാജ്യസുരക്ഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന സൈനികർക്ക് കത്തുകൾ എഴുതി തയ്യാറാക്കുകയും ചെയ്തു. ഇടുക്കി ഉടുമ്പന്നൂർ പഞ്ചായത്തിൽ വയോജനങ്ങളുടെ കൂട്ടായ്മയായ ഉല്ലാസക്കൂടിന്റെ പ്രവർത്തനം ശ്രദ്ധേയമാകുന്നു. ഗ്രാമപഞ്ചായത്തിലെ 59 വയസ്സ് കഴിഞ്ഞ മുഴുവൻ വയോജനങ്ങളെയും കോർത്തിണക്കി പഞ്ചായത്ത്, വാർഡ്, അയൽക്കൂട്ട സമിതികൾ രൂപീകരിച്ചാണ് ഉല്ലാസക്കൂടിന്റെ പ്രവർത്തനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. വയോജനങ്ങൾക്ക് മാത്രമായുള്ള ആരോഗ്യ, വരുമാന, ഉല്ലാസ, ക്ഷേമ, പരിചരണ പ്രവർത്തനങ്ങൾ ഉല്ലാസക്കൂട് പദ്ധതിയുടെ ഭാഗമാണ്. വിവിധ വാർഡുകളിലായി 85 അയൽക്കൂട്ട സമിതികളാണ് ഉല്ലാസക്കൂടിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്ന ഏക ഗ്രാമപഞ്ചായത്തും ഉടുമ്പന്നൂരാണ്. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ നിയന്ത്രണത്തിലും ഏകോപനത്തിനുമാണ് പദ്ധതിയുടെ പ്രവർത്തനം. ഉല്ലാസക്കൂടിന്റെ പ്രവർത്തനങ്ങൾ വിവരിച്ച് പ്രത്യേക വയോജന വികസന രേഖയും തയ്യാറാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ കാർ മതിലിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ 5 പേർക്ക് ഗുരുതര പരിക്ക്. മൂകാംബിക ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന പോത്തൻകോട് അണ്ടൂർക്കോണം സ്വദേശികൾ സഞ്ചരിച്ച വാഹനം വെഞ്ഞാറമൂട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മതിലിൽ ഇടിക്കുകയായിരുന്നു. വാഹനത്തിൽ ഒരു പുരുഷനും 4 സ്ത്രീകളും ഉൾപ്പെടെ 5 പേർ ഉണ്ടായിരുന്നു. ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. പരിക്കേറ്റവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കോഴിക്കോട് കരികാകുളത്തിന് സമീപം സഹോദരിമാരെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ തടമ്പാട്ടുതാഴം സ്വദേശി പ്രമോദിനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. ചേവായൂർ പോലീസാണ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയത്. ഇരുവരും ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം നിഗമനം. സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ്. മലപ്പുറം കൊണ്ടോട്ടിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യ ബസ് കത്തിനശിച്ചു. തീ പടരുന്നത് കണ്ടതോടെ യാത്രക്കാർ പുറത്തേക്കിറങ്ങി രക്ഷപ്പെട്ടു. പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന സന ബസ്സിലാണ് തീ പടർന്നത്. ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് പ്രാഥമിക വിവരം. മലപ്പുറത്ത് നിന്ന് അഗ്നിശമന എത്തിയാണ് തീ അണച്ചത്. കോഴിക്കോട് മേഖലാ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്ത് നടന്ന 29ാമത് IFFKയിൽ പ്രദർശിപ്പിച്ച 58 ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിക്കുന്നത്. ചലച്ചിത്രോത്സവം നാളെ സമാപിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. നിറഞ്ഞ സദസ്സുകളിലാണ് ചിത്രങ്ങളെല്ലാം പ്രദർശിപ്പിക്കുന്നത്. കൈരളി ശ്രീ കോർണേഷൻ തിയേറ്ററിലാണ് പ്രദർശനം. മേളയുടെ ഭാഗമായി MTക്കും നിർമ്മാതാവ് PV ഗംഗാധരനും ഛായാഗ്രാഹകൻ രാമചന്ദ്രൻ ബാബുവിനും ആദരമർപ്പിച്ചുകൊണ്ട് ഒരു വടക്കൻ വീരഗാഥയുടെ പുനരുദ്ധരിച്ച പതിപ്പ് ഇന്ന് പ്രദർശിപ്പിക്കും. IFFKയിൽ പ്രദർശിപ്പിച്ച് പ്രേക്ഷക പ്രശംസ പിടിച്ചു പറ്റിയ സിനിമകളായ ഫെമിനിച്ചി ഫാത്തിമയും അപ്പുറവും ഇന്ന് പ്രദർശിപ്പിക്കുന്നുണ്ട്. വനിതാ സിനിമാ സംവിധായകരെ പ്രോത്സാഹിപ്പിക്കുന്ന KSFDCയുടെ പദ്ധതി വഴി സംവിധാനത്തിലേക്ക് കടന്നുവന്ന ഇന്ദുലക്ഷ്മിയുടെ അപ്പുറമാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രം. കണ്ണൂർ പോലീസ് മൈതാനിയിലെ സിന്തറ്റിക് ട്രാക്കും മൾട്ടിപർപ്പസ് ഇൻഡോർ കോർട്ടും പൂർത്തിയായി. മറ്റന്നാൾ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി നാടിന് സമർപ്പിക്കും. നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികൾക്കായി സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കി വരുന്ന സാന്ത്വന ധനസഹായ പദ്ധതിയുടെ ഭാഗമായി നെയ്യാറ്റിൻകര, കാട്ടാക്കട താലൂക്കിലെ അർഹരായവർക്കുള്ള അദാലത്ത് ഈ മാസം 23-ന് തിരുവനന്തപുരത്ത് നടക്കും. തൈക്കാട് നോർക്ക റൂട്ട്സ് സർട്ടിഫിക്കറ്റ് ഒതന്റിക്കേഷൻ സെന്ററിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 3 വരെ നടക്കുന്ന അദാലത്തിൽ മുൻകൂട്ടി അപേക്ഷിക്കുന്നവർക്ക് മാത്രമായിരിക്കും പ്രവേശനം. താൽപര്യമുള്ളവർ www.norcaroots.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് ഓഗസ്റ്റ് 20-ന് മുൻപായി അപേക്ഷ നൽകേണ്ടതാണ്. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് തൃശൂർ ജില്ലയിലെ വിവിധ പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഇന്ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന പരീക്ഷകളിൽ മാറ്റം. ഗുരുവായൂർ ദേവസ്വത്തിലെ ഹെൽപ്പർ, അസിസ്റ്റന്റ് ലൈൻമാൻ എന്നീ തസ്തികകളിലേക്കുള്ള പൊതുപരീക്ഷ സാങ്കേതിക കാരണങ്ങളാൽ അസിസ്റ്റന്റ് ലൈൻമാൻ എന്ന തസ്തികയിൽ അപേക്ഷിച്ച ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബംഗളൂരുവിൽ 3 വന്ദേഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. കർണാടകയിലെ വിവിധ റെയിൽവേ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിക്കും. രാജ്യം ബഹിരാകാശം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ അഭൂതപൂർവമായ വളർച്ച കൈവരിക്കുകയാണെന്ന് ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണൻ.
സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കരട് വോട്ടർ പട്ടിക മറ്റന്നാൾ വരെ പുതുക്കാം. വോട്ടർ പട്ടിക പരിഷ്കരണത്തിനായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇന്ന് പ്രവൃത്തി ദിനം. സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിനെതിരെ സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. കെഎസ്ആർടിസിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നവീകരണത്തിന് ഈ മാസം തുടക്കമാകും. കോഴിക്കോട് മേഖല അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് നാളെ തിരശ്ശീല വീഴും. മേളയിൽ പ്രദർശിപ്പിച്ചത് 60ഓളം ചിത്രങ്ങൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.